ക്രിക്കറ്റിലെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നും ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ഇഷ്ടം തോന്നുന്ന ഒരേ ഒരു ബാറ്റ്സ്മാനേ ഉള്ളൂ. അത് സയ്യിദ് കിർമാനിയാണ്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കോ ഒന്നുമല്ല, മറിച്ച് 1983 ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ ടംബ്രിഡ്ജിൽ 17-ന് 5 വിക്കറ്റ് പോവുകയും പിന്നീട് നിരന്തരമായി വിക്കറ്റ് പോയി 8-ലെത്തുന്ന അവസ്ഥയിൽ കപിൽ ദേവിൻ്റെ കൂടെ ഉറച്ചു നിന്ന് കപിൽ ദേവിന് 175 അടിക്കാൻ പാറ പോലെ ഉറച്ചു നിന്ന സയ്യിദ് കിർമാനി എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഓർക്കുമ്പോൾ ഒരുതരം വൈകാരികമായ ഓർമ്മയാണ് എനിക്കുള്ളത്. ഞാൻ കണ്ടിട്ടില്ല കളി, പക്ഷേ പിന്നീട് യൂട്യൂബിലും അതോടൊപ്പം തന്നെ വായിച്ചു കപിൽ ദേവിനെയും മദൻലാലിനെയൊക്കെ നേരിട്ട് കണ്ടപ്പോഴൊക്കെ ചോദിച്ചുമൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട അനേകം ക്രിക്കറ്റ് ഗിൽക്രിസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഡുജോൺ ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ ലോകത്തിലുണ്ട്. അവരെ ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ കുമാർ സംഗകാരയാണ്. അതിനൊരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിലുള്ള പ്രത്യേകത, വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒക്കെയാണ്. അദ്ദേഹം അഗ്രസീവായിട്ട് ഞാൻ കണ്ടത് ഒരു തവണ മാത്രമാണ്. 2020 കപ്പ് അടിച്ചതിന് ശേഷം വല്ലാത്ത ആവേശം കാണിച്ച് ടി വിയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോകുന്ന രീതിയിൽ കണ്ടത് ഒരു തവണ മാത്രമായിരുന്നു. അല്ലാതെ എപ്പോഴൊക്കെ വളരെ ശാന്തനായിട്ട് തൻ്റെ വിജയങ്ങളൊക്കെ 12,000 ടെസ്റ്റ് റൺസും 14,000 ടെസ്റ്റ് വൺ ഡേ റൺസും ഒക്കെ നേടിയിട്ടുള്ള വലിയ 38 സെഞ്ചുറിയും 28 സെഞ്ചുറിയും ഒക്കെ നേടിയിട്ടുള്ള രണ്ടും ഫോർമാറ്റിലുമൊക്കെ എവിടെയും വിജയിച്ച ഈ മനുഷ്യനെ നേരിട്ട് കണ്ടു, സംസാരിച്ചു, ഫോട്ടോ എടുത്തു. താങ്കളൊരു മികച്ച കളിക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് രാജീവ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ നാട്ടിലെവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് കേരളത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച ഒരു നല്ല ഓർമ്മയുണ്ട് മനസ്സിൽ. അതൊരു ചെറിയ കാര്യമല്ല, ബഹ്റിൽ വന്നപ്പോഴാണെങ്കിൽ പോലും. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂവണിയുമ്പോൾ ഒരു ഇടംകയ്യൻ ഓൾറൗണ്ടർ എന്ന രീതിയിൽ ക്രിക്കറ്റ് കളിച്ച, കോളേജിലും മറ്റുമൊക്കെ കളിച്ച, ജില്ലാ ടീമിന് വേണ്ടിയൊക്കെ കളിച്ച, സ്കൂളിലൊക്കെ ഒരനുഭവങ്ങളുള്ളപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്വന്തം ടീമിന് വേണ്ടിയൊക്കെ കളിച്ച അനുഭവങ്ങളുള്ളപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള, ഞാൻ ഒരിക്കലൊരു ഏറ്റവും കുറവ് ചെയ്തിട്ടുള്ളൊരു ജോലിയാണ് വിക്കറ്റ് കീപ്പിംഗ് എന്നുള്ളത്. പക്ഷേ ബൗളറും ബാറ്റ്സ്മാനുമായിട്ടാണ് കളിച്ചിട്ടില്ലെങ്കിൽ പോലും തൻ്റെ ആ പ്രതിഭ കൊണ്ട് ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനും ആയിക്കൊണ്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും മഹത്തായ സേവനം ചെയ്യുകയും വിവാദങ്ങളിൽ പെടാതിരിക്കുകയും നല്ല കുടുംബജീവിതം നയിക്കുകയും റോൾ മോഡലായി മാറുകയും അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഏറ്റവും നന്നായി പെരുമാറുകയൊക്കെ ചെയ്യുന്ന കുമാർ സംഗകാര ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ എൻ്റെയൊക്കെ സമാനമായ തലമുറയിൽ കടന്നു പോകുന്ന വ്യക്തിത്വത്തിന് റോൾ മോഡലാണ് എന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിച്ച കുറച്ച് സമയം വളരെ നല്ല ഓർമ്മയായി മനസ്സിൽ നിൽക്കുന്നു.